നമസ്കാരം. നമസ്തേ. സർ, ഇന്നലെ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ ഇന്നലെ കേരളത്തിൽ വന്നിരുന്നു. ഇത് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ പല ഭാഗങ്ങളും സന്ദർശിക്കുക എന്നുള്ള തരത്തിലല്ലാണ് വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ അതിനിടയിൽ ഇത്തരത്തിൽ പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട പല ലക്ഷ്യങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും, മാത്രമല്ല ഇവരുടെ വരവിന് തന്നെ പിന്നിൽ ഒരുപാട് നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള തരത്തിലൊക്കെ വരുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പാർലമെന്റിൽ സാധനം നടക്കുന്നു. കേരളം ഇതിനെ എതിർത്തതാണ്. അപ്പം ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകൾക്ക് ഫണ്ട് വരുന്നത് വിദേശത്തു നിന്നാണ്. അപ്പം ഇതും വലിയ തരത്തിലുള്ള വിഷയമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞത് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്, അതിൽ വേറെ രാജ്യങ്ങൾ ഇടപെടണ്ട എന്നുള്ളതടക്കം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഇദ്ദേഹത്തിന് തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾക്കിടയായ വ്യക്തി കൂടിയാണ്. മുമ്പ് ISRO അല്ല, നാസയിൽ ഈ പറഞ്ഞ പോലെ ഇലോൺ മസ്ക് പറഞ്ഞ ഒരാളെ കയറ്റാത്തതിൻ്റെ പേരിൽ എലോൺ മസ്ക് ഇദ്ദേഹത്തെ സ്നേക്ക് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം മുമ്പൊരു വെഡ്ഡിങ് DJ ആയിരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരാൾ അംബാസഡർ സ്ഥാനത്തോട്ട് വരുന്നു. മാത്രമല്ല ട്രംപിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണെന്ന് പറയപ്പെടുന്നു. ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എവിടെ പോയാലും അതൊരു കച്ചവട കണ്ണോട് കൂടി മാത്രം കാണുന്ന വ്യക്തിയാണ്. അവിടെയൊക്കെ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം വെച്ച് മുമ്പോട്ട് വരുന്നു. അപ്പോൾ ഇന്നലെ അദ്ദേഹം ഇവിടെ വരുന്നു, മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നറിയപ്പെടുന്നു. അപ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ? അവർ ഇത്തരത്തിലുള്ള വല്ല ദുരുദ്ദേശങ്ങളുണ്ടോ, അതല്ല സ്വാഭാവികമായിട്ടുള്ള വന്നുപോക്ക് മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതിയോ? ഇന്നലെ അമേരിക്കയുടെ ഇന്ത്യയിലെ സ്ഥാനപതി അംബാസഡർ ആയിട്ടുള്ള സെർജിയോ ഗോറും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകളുടെ ഭർത്താവ്, അതായത് ടിഫാനി ട്രംപിന്റെ ഭർത്താവായ മൈക്കൽ ബുലോസും കേരളത്തിലെത്തിയിരുന്നു. അവർ ഇന്നലെ ആലപ്പുഴ ഒരു ഹൗസ് ബോട്ട് യാത്രയൊക്കെ നടത്തി. കൊച്ചിയിൽ വെച്ച് മുഖ്യമന്ത്രിയായിട്ട് അമേരിക്കൻ സ്ഥാനപതി ചർച്ച നടത്തി. നല്ല കാര്യം. വിദേശ നിക്ഷേപം കേരളത്തിൽ വരുന്നതിനോട് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ ഈ വന്ന രണ്ട് വ്യക്തികളുടെയും പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുകയും ഇവരെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇവരുമായിട്ട് ഒരു ഇടപാട് നടത്തുന്നതിന് മുമ്പ് അത് വളരെ പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ ഒരാളുമായിട്ട് ബിസിനസ് നടത്താൻ പോവുകയാണെങ്കിൽ നമ്മുടെ എതിരെ ഇരിക്കുന്ന, മേശയുടെ അപ്പുറത്തിരിക്കുന്ന വ്യക്തിയെ കുറിച്ചൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം അമേരിക്കയായിട്ട് ബിസിനസ് നടത്തുന്ന അത്ര എളുപ്പമുള്ള സംഗതിയല്ല. എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, അമേരിക്കയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ നയതന്ത്ര വിദഗ്ധനായിരുന്ന ഹെൻറി കിസിഞ്ചർ അമേരിക്കയെ കുറിച്ച് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു. അതായത് അമേരിക്കയുടെ യു ആർ ഡൂംഡ് ഇഫ് യു ബിക്കം ദ ഫ്രണ്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് യു ആർ ഓൾസോ ഡൂംഡ് ഇഫ് യു ബിക്കം ദ എനിമി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. എയ്തർ വേ യു ആർ ഗോയിങ് ടു ഗെറ്റ് ഡൂംഡ്. അമേരിക്കയുടെ അടുത്തൂടെ പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. അതായത് സുഹൃത്താണെങ്കിൽ ദ US വിൽ ടൈറ്റ്ലി എൻക്ലോസ് യു ഇൻ എ ബെയർ ഹഗ്. ഒരു കരടി കെട്ടിപ്പിടിക്കുന്ന പോലെ നിങ്ങളെ കെട്ടിപ്പിടിച്ച് നിങ്ങളെ ഇല്ലാതാകും. ഇനി അതല്ല, നിങ്ങൾ ശത്രുവാണെങ്കിൽ ഒരു കരടി നിങ്ങളെ ആക്രമിച്ച് കൊല്ലാതെ കൊല്ലുന്ന പോലെ നിങ്ങളെ റെഡിയാക്കും. രണ്ടായാലും നിങ്ങൾക്ക് പ്രശ്നമാണ്. അപ്പൊ എപ്പോഴും ഒരു കൈ അകലത്തിൽ അമേരിക്കയോട് നിൽക്കണം. പിണങ്ങും വേണ്ട, ഇണങ്ങും വേണ്ട. പക്ഷെ നിങ്ങളുടെ യു കീപ് എ ഡിസ്റ്റൻസ് ഓൾവേസ്. ചില ബസ്സുകളുടെ പുറയിലൊക്കെ എഴുതി വെച്ചിരിക്കും ഈ കീപ് ഡിസ്റ്റൻസ് എന്നുള്ളത്. ആ കീപ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ് അമേരിക്കയുമായിട്ട് ഇടപെടുമ്പോൾ ഉള്ള ഒരു പ്രധാന ഗൈഡ് ലൈൻ. അപ്പോ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും വ്യക്തിപരമായ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഈ പശ്ചാത്തലം പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. ഈ സെർജിയോ ഗോറ് ഫവസ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു നയതന്ത്ര പ്രതിനിധിയാണ്. ഇദ്ദേഹം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ സൗത്ത് ഏഷ്യയുടെയും സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യയുടെ സ്പെഷ്യൽ എൻവോയി എന്നൊരു പദവി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം വരുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി കാശ്മീരിൽ ഇടപെടാനാണെന്ന് ഇന്ത്യയിൽ നിന്ന് വിമർശനം ഉണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാൻ, ഈ പൊതുവെ ഇന്നത്തെ നയതന്ത്ര ലോകത്ത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഡീഹൈഫനേറ്റഡ് ഫോറിൻ പോളിസി എന്ന്. അതായത് ഇന്ത്യയും ആയിട്ടുള്ള അമേരിക്കയുടെ ബന്ധവും പാകിസ്ഥാനുമായിട്ട് അമേരിക്കയോടുള്ള ബന്ധം രണ്ടായിട്ട് കാണും. പക്ഷെ ഇവിടെ ഈ രണ്ട് രാജ്യങ്ങളുടെയും മേൽ ആധിപത്യമുള്ള ഒരു അംബാസഡർ വരുമ്പം ഇറ്റ്സ് നോട്ട് ഡീഹൈഫനേറ്റഡ് ഫോറിൻ പോളിസി, ഇറ്റ് ഈസ് ആക്ച്വലി ഹൈഫനേറ്റഡ് ഫോറിൻ പോളിസി. അതായത് രണ്ട് രാജ്യങ്ങളെ ഒന്നായിട്ട് കാണുന്ന ഒരു അതൊരിക്കലും ശരിയാവില്ല. അങ്ങനെ ഒരുപാട് ഇഷ്ടക്കേടുകളുണ്ട്.
അപ്പൊ ഈ ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ സൃഷ്ടിച്ച ഒരു വിവാദം ഞാൻ പറയാം. ഇദ്ദേഹം കഴിഞ്ഞ ജൂൺ 26 തമിഴ്നാട് സന്ദർശിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ വിജയുടെ പിറന്നാളിന് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചു. അതോടൊപ്പം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അതായത്, ഐ കോൾഡ് ഓൺ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ വിജയ് ടു ഡിസ്കസ് ദ ഇമെൻസ് പൊട്ടൻഷ്യൽ ഫോർ ഡീപ്പർ കോഓപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു കൺട്രീസ്. തമിഴ്നാട് എന്തോ ഒരു രാജ്യം. അതായത് അമേരിക്കയുടെ ഇന്ത്യയിലെ അംബാസഡർ തമിഴ്നാട്ടിൽ ചെന്നിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ട് സംഭാഷണം നടത്തി. ഞങ്ങൾ രണ്ട് രാജ്യങ്ങളിൽ തമ്മിൽ സംഭാഷണം നടത്തിയത്. അതായത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമല്ല തമിഴ്നാട് എന്ന് പറയാതെ പറഞ്ഞു വെച്ച ഒരു വ്യക്തിയാണ് ഈ സെർജിയോ ഗോർ. എന്നിട്ട് അത് വലിയ വിവാദം ഒക്കെ ഉണ്ടാക്കി. പക്ഷെ അയാൾ അത് പിൻവലിച്ചതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല മാധ്യമങ്ങളിൽ. ഇന്ത്യ ഗവൺമെന്റ് തൽക്കാലം ഒന്നും മിണ്ടിയിട്ടുമില്ല ഈ വിഷയത്തിൽ. തമിഴ്നാട്ടിലെ കുറച്ച് RSS നേതാക്കളും അല്ലാത്ത കുറച്ച് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇതിനെ ശക്തമായിട്ട് വിമർശിച്ചു. അതങ്ങനെ അങ്ങ് പോയി. അപ്പോ സെർജിയോ ഗോർ എന്ന വ്യക്തി വെറുതെ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെയൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ അയാൾ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്നു, അതല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഗൂഢലക്ഷ്യമുണ്ട്. ഇങ്ങനെ നമുക്ക് വേണം കരുതേണ്ടത്. ഇനി അയാൾക്ക് കേരളത്തിലുള്ള താല്പര്യം എനിക്ക് തോന്നുന്നത് വെറും ഈ ബാക്ക് വാട്ടേഴ്സിലുള്ളതല്ല. കേരളത്തിലെ ബാക്ക് വാട്ടേഴ്സിൽ ഒരു ഉല്ലാസ നൗകയിൽ കയറി യാത്ര നടത്താൻ വന്നതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിനപ്പുറത്തേക്ക് എൻ്റെ ഒരു വിലയിരുത്തലിൽ സെർജിയോ ഗോറിന്റെയും അമേരിക്കയുടെയും യഥാർത്ഥ താല്പര്യം കേരളത്തിന്റെ തുറമുഖങ്ങളിലാണ്. കാരണം അമേരിക്കയ്ക്ക് പല രീതിയിലും കേരളത്തിലെ തുറമുഖങ്ങളിൽ ആക്സസ് കിട്ടേണ്ടത് അമേരിക്കയുടെ ഒരു ആവശ്യം. ഒന്നാമത്തെ കാര്യം, ചൈന അമേരിക്ക സംഘർഷത്തിനിടയിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെയുള്ളത് ബങ്കറിംഗ് എന്ന് പറയുന്ന, അതായത് ഫ്യൂവൽ നിറയ്ക്കാനുള്ള ഒരു സംവിധാനം കേരളത്തിന്റെ തുറമുഖങ്ങളിൽ നിന്ന് ലഭിച്ചാൽ അവർക്ക് നന്നായിരിക്കും. അപ്പൊ വിഴിഞ്ഞമായിരിക്കും അവർക്ക് താല്പര്യമുള്ള ഒരു മേഖലയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ശരി, വേണ്ട രീതിയിലുള്ള മുൻകരുതലുകളോട് കൂടി വേണം അമേരിക്കയായിട്ട് സഹകരിക്കേണ്ടത്. ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ. ഇനി നമുക്ക് കൂടെ ഉണ്ടായിരുന്ന ട്രംപിന്റെ മകളുടെ ഭർത്താവ്, ടിഫാനി ട്രംപിന്റെ ഭർത്താവായിട്ടുള്ള മൈക്കൽ ബുലൂസിനെ പറ്റി നമുക്ക് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കാം. ആ പശ്ചാത്തലം നോക്കുമ്പോൾ മൈക്കൽ ബുലൂസിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ പേര് മൊസദ് ബുലൂസ്. ഇവര് മാറോണൈറ്റ് ക്രിസ്ത്യൻസ് ആണ്. മാറോണൈറ്റ് എന്ന് പറയുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിന്റെ ഭാഗമായിട്ടുള്ള, കത്തോലിക്കരുമല്ല. അമേരിക്കയിലെ പിന്നെ ട്രംപൊക്കെ നേരത്തെ പ്രിസ്ബിസ്റ്റേറിയൻ എന്ന് പറയുന്ന ഒരു പള്ളിയിലായിരുന്നു. ഇപ്പൊ ട്രംപ് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു പ്രത്യേക ക്രിസ്ത്യൻ വിഭാഗത്തിലല്ല, ഞാനൊരു പൊതു ക്രിസ്ത്യനാണെന്നാണ്. അങ്ങനെയാണ് ഇപ്പൊ പുള്ളി പറയുന്നത്. അത് പുള്ളിക്ക് ഇപ്പൊ അതാണ് അനുയോജ്യം. നാളെ വേണമെങ്കിൽ പുള്ളി വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ അതും പറയും. പുള്ളിക്ക് പുള്ളിയുടെ ബിസിനസ് മാത്രമേ ഉള്ളൂ പ്രധാനം. അപ്പോ പക്ഷേ ഇദ്ദേഹത്തിനെ മരുമകനാക്കിയതിൽ തന്നെ എന്തോ ചില നിഗൂഢതകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലായത്. അല്ലാതെ ഈ വലിയ ആൾക്കാർ അവരുടെ മക്കളെ വിവാഹം കഴിപ്പിക്കുന്നത് ചുമ്മാതെ വിവാഹം കഴിക്കത്തില്ല. അവർക്ക് അതിലൂടെ ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ ബിസിനസ് ബന്ധങ്ങളാണ് വിവാഹ ബന്ധങ്ങളുടെ തുടക്കം. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും സാധാരണ ട്രംപിനെതിരെ ഒരുപാട് ലൈംഗിക പീഡന കേസൊക്കെ ഉണ്ടെങ്കിലും ട്രംപിന്റെ മക്കളെ വളർത്തുന്ന രീതി യഥാർത്ഥത്തിൽ ലോകത്തെല്ലാവരും കണ്ടുപഠിക്കേണ്ടതാണ്. ട്രംപിന് ഒരു 6-7 മക്കളെ എന്തോ ഉണ്ട്, പല ഭാര്യമാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മക്കളെ എല്ലാം അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന സ്വഭാവക്കാരനാണ്. അതാണ് അദ്ദേഹത്തിന്റെ വ്യവസായ സാമ്രാജ്യത്തിൽ ഓരോ മക്കൾക്കും അതിൻ്റെതായ പൊസിഷൻ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മക്കളിൽ ഒരാൾ പോലും കഞ്ചാവ് വലിച്ച് നടക്കുവോ അതല്ലെങ്കിൽ നൈറ്റ് ക്ലബിൽ ചെന്നിട്ട് അടിയുണ്ടാക്കുവോ അങ്ങനൊന്നും ചെയ്യില്ല. അതായത് അത്ര അച്ചടക്കത്തിൽ മക്കളെ വളർത്തിയ ഒരു പിതാവൂടാണ്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ട്രംപിന്റെ ജീവിതം കുത്തഴിഞ്ഞതാണ്. ട്രംപ് എവിടെയും ചെന്ന് ഈ ലിഫ്റ്റിനുള്ളിൽ വെച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തെന്ന ആരോപണമുണ്ട്. അതായത് ഒരിക്കലും ഒരു ലിഫ്റ്റിൽ ട്രംപ് ഒരു കെട്ടിടത്തിന്റെ മുകളിലോട്ട് പോകും. അപ്പോ ഒരു സ്ത്രീ പറയുന്നത് ട്രംപ് അവര് നോക്കുമ്പോൾ പർവ്വതം പോലെ ഒരാളിങ്ങനെ നിൽക്കും. ഏതാണ്ട് 6 അടി 4, 5 അഞ്ചൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ട്രംപ്. അപ്പൊ അവര് പറയുന്നത് പിന്നെ അവർക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മ വന്നപ്പോ അവരൊരു ഫ്ലാറ്റില് ഒരു കട്ടിലിൽ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ കിടക്കുന്നു. കുറച്ച് ഏതാണ്ട് 6-7 ലക്ഷം ഡോളർ അവിടെ ഈ കട്ടിലിൽ കിടപ്പുണ്ട്. അപ്പൊ അവർക്കായിട്ട് ട്രംപ് ഉപേക്ഷിച്ച് പോയതാണ്. അപ്പൊ അവര് പെട്ടെന്ന് അവരുടെ ഒരു സുഹൃത്തിനെയൊക്കെ വിളിച്ചു പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ സുഹൃത്ത് പറഞ്ഞു, ഒരു കഥയില്ല, അമേരിക്കയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ലോകത്തെങ്ങും പോലീസ് ട്രംപിനെ ഇതിന്റെ പേരിലൊന്നും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല.
നല്ലൊരു തുകയുണ്ടല്ലോ, ഒരു $500,000 ഉണ്ടല്ലോ. വേണമെങ്കിൽ നമുക്ക് ട്രംപുമായിട്ട് സംസാരിച്ച് ഒരു $1 million എന്നുള്ള ഒരു തുകയിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംഭാഷണം നടത്താമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ, ഞാൻ ഈ പറയുന്നതൊക്കെ തന്നെ നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോ ട്രംപ് അങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷെ അദ്ദേഹം മാതൃകാപരമായ ഒരു പിതാവാണെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോ ടിഫാനി ട്രംപിനെ കൊണ്ട് ഈ മൈക്കൽ ബൗലോസിനെ കല്യാണം കഴിപ്പിച്ചതിൽ പോലും അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. കാരണം മൈക്കൽ ബൗലൂസിന്റെ പിതാവ് മൊസാദ് ബൗലൂസ് അറിയപ്പെടുന്ന ഒരു വലിയ കോടീശ്വരനാണ്, ബിസിനസ്സുകാരനാണ്. അദ്ദേഹമാണ് ഇപ്പോ ഗാസയിലെ റീകൺസ്ട്രക്ഷന്റെ ചുമതലയൊക്കെ അദ്ദേഹത്തിനാണ്. അദ്ദേഹവും പിന്നെ മറ്റൊരാളോടാണ്, അയാളുടെ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി, ഈ സാഹിബന്മാരുടെ എല്ലാം കൂടെ പേര് മനസ്സിൽ നിൽക്കുന്നില്ല. അപ്പോ അങ്ങനെയുള്ള കുറെ ആൾക്കാര് ഇവർക്ക് മിഡിൽ ഈസ്റ്റിൽ വലിയ താല്പര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അറബിയും കൂടെ അറിയാവുന്ന ആൾക്കാരാണ് ഇവര്. മാരോണൈറ്റ് ക്രിസ്ത്യൻസ്, ലെബനീസ് ക്രിസ്ത്യൻസ് അറബിയും സംസാരിക്കും. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഒരു മരുമകൻ അദ്ദേഹത്തിന് വന്നത്, അദ്ദേഹത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അതിൻ്റെതായ പിന്നില്. അപ്പോ ഇവരൊന്നും വെക്കുന്ന ഒരു ചുവടും ലളിതമായിട്ട് കാണരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ പിന്നിൽ ഒരുപാട് രാഷ്ട്രീയ അല്ലെങ്കിൽ അതുപോലെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അപ്പോ ഇപ്പൊ തന്നെ ഈ ഹമാസിനെ നിരായുധീകരിക്കുന്ന ഒരു പദ്ധതി ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. UAE ഒക്കെ അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹമാസിനെ നിരായുധീകരിക്കുന്ന പദ്ധതിയുടെ പ്രധാന മേൽനോട്ടക്കാരനാണ് ഞാൻ ഈ പറഞ്ഞ മൈക്കൽ ബുലൂസിന്റെ പിതാവായിട്ടുള്ള മസാദ് ബുലൂസ്. അങ്ങനെ മസാദ് ബുലൂസ് ഈ രീതിയിൽ അദ്ദേഹം സീനിയർ അഡ്വൈസർ ടു ട്രംപ് ഓൺ അറബ് ആൻഡ് മിഡിൽ ഈസ്റ്റ് അഫയേഴ്സ് എന്ന ഔദ്യോഗിക പദവിയും വഹിക്കുന്ന ആളാണ്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഇനി ഏറ്റവും ഒടുവിലുള്ള ഇവിടുത്തെ ഒരു വിഷയം, FCRA എന്ന ബില്ലിന്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് അമെൻമെന്റ് ആക്ട്, ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൽ അമേരിക്ക പ്രകടിപ്പിക്കുന്ന അസ്വസ്ഥതയാണ്. അതായത് അമേരിക്കയുടെ സെനറ്റിന്റെ ഹെഡ് ഓഫ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി ജെയിംസ് റിഷ് ഇക്കാര്യത്തിൽ പറയുന്നത്, അത് ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു അഡ്വേഴ്സ്ലി ഇമ്പാക്ട് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ആൻഡ് അതർ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സെനറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത്. അവരൊക്കെ പരസ്യമായിട്ട് ഇതിനകത്തിൽ ഇടപെട്ടു. പിന്നെ അതുപോലെ തന്നെ റൈലി മോർ, റിപ്പബ്ലിക്കൻ കോൺഗ്രസ്മാൻ ആണ്, അമെൻഡിങ് പെർമിറ്റ്സ് ഗവൺമെന്റ് ടേക്ക് ഓവർ ഓഫ് ചർച്ചസ് ആൻഡ് റിലീജിയസ് ചാരിറ്റീസ്. ഇറ്റ്സ് എ ക്ലിയർ അറ്റാക്ക് ഓൺ ക്രിസ്ത്യൻസ്. ഇഫ് ബിൽ proceeds this way, it will be a major concern in our bilateral ties എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പൊക്കെ ഇന്ത്യക്ക് അമേരിക്ക നൽകിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ പിന്നെ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിൽ എത്തിയപ്പോൾ അവര് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, അതായത് മദർ തെരേസയുടെ ഓർഗനൈസേഷനിൽ നേരിട്ട് പോയിട്ട് അവർ ചർച്ച നടത്തി. അന്ന് സെർജിയോ ഗോർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവർത്തികൾ ഇവരെ ഈ അടുത്ത സമയത്ത് നടത്തിയിരുന്നു. കേരളത്തിൽ എത്തിയത് തീർച്ചയായിട്ടും ഒരു വെറും സന്ദർശനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പശ്ചാത്തലത്തിലൊക്കെ തന്നെ വേണം ഈ സെർജിയോ ഗോറിന്റെയും മൈക്കൽ ബുലൂസിന്റെയും കേരള സന്ദർശനത്തിനെ വിലയിരുത്തേണ്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ, നിങ്ങൾ അമേരിക്കയുടെ സുഹൃത്തായാലും യു ആർ ഡൂംഡ് ഇഫ് യു ആർ ദ ഫ്രണ്ട് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓർ ആൻ എനിമി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈതർ വേ യു ആർ ഗോയിങ് ടു ഗെറ്റ് ഡൂംഡ്. അപ്പോ ഒരു കൈ അകലത്തിൽ നിൽക്കുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആരായാലും ശരി, പിണറായി വിജയൻ ആയാലും ശരി, സതീശനായാലും ശരി. പക്ഷെ അതേസമയം തന്നെ അമേരിക്കയെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതും ഞാൻ അംഗീകരിക്കുന്നു. എന്തായാലും ശരി, സൂക്ഷ്മതയോടുകൂടി അമേരിക്കയെ കൈകാര്യം ചെയ്ത് അമേരിക്കയിൽ നിന്നും ആ ഒരു സൗഹാർദ്ദ ബന്ധം, ഒരു കൈ അകലത്തിലുള്ള ഒരു ബന്ധം, അതിലേക്കുള്ള മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇനി ആലപ്പുഴയോട് അമേരിക്കയ്ക്കുള്ള താല്പര്യം അത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ സെൻകോമിന്റെ സെൻട്രൽ കമാൻഡ്, അതായത് അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ പലപ്പോഴും തലവന്മാര് അവർ വിശ്രമിക്കാനായിട്ട് ആലപ്പുഴ എത്താറുണ്ട്, ഹൗസ് ബോട്ടുകൾ എടുത്ത് കറങ്ങാറുണ്ട്. ഞാൻ തന്നെ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനിങ്ങനെ പെട്ടിട്ടുണ്ട്. അത്രയും വലിയ ചീഫ് ഓഫ് അമേരിക്കയുടെ ഡിഫൻസ് സ്റ്റാഫിനെ ഞാൻ ആലപ്പുഴ വെച്ചിട്ട് ഒരു ഹൗസ് ബോട്ടിൽ വെച്ച് ഒരിക്കൽ എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ ഇതൊക്കെ വളരെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പശ്ചാത്തലങ്ങള്. എന്തായാലും ശരി,
അമേരിക്കക്ക് കേരളത്തിന്റെ തീരത്ത് ഒരു കണ്ണുണ്ട്. അത് നമുക്ക് പിന്നെ അവഗണിക്കാൻ പറ്റുന്നതല്ല. ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ കൃത്യതയോടുള്ള വിശകലനങ്ങളും പശ്ചാത്തലത്തെ കുറിച്ചുള്ള കൃത്യമായ വിശകലനങ്ങളുമായിട്ട് സതീശൻ അമേരിക്കയോട്ട് ഇടപെടേണ്ടെന്ന് ഞാൻ പറയില്ല, കാണരുത് എന്ന് ഞാൻ പറയില്ല, നിക്ഷേപം വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ വേണ്ട മുൻകരുതലുകൾ എല്ലാ ഭാഗത്തും കേരള ഗവൺമെന്റ് എടുക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതൊന്നും ലളിതമായ കാര്യങ്ങളല്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം, നന്ദി.